ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, വാർണിംഗ്സ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വായിച്ച് നോക്കുക. നമുക്ക് ഡെമോ അക്കൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ്, ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഫോറക്സ് ട്രേഡിങ്, അതുപോലെ തന്നെ അൽഗോ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള എന്താ പറയുക ബ്രോക്കേഴ്സുകൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നേ ഉള്ളൂ, എനിക്ക് എന്താ വേണം, കുറഞ്ഞ വില കൊടുത്ത് കുറഞ്ഞ വിലയിൽ മേടിച്ച് കൂടുതൽ വിലയിൽ കൊടുക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഓക്കെ, അതാണ് ട്രേഡിംഗ്. അപ്പോൾ ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് ഉണ്ടാവും. ഇതുപോലെയുള്ള ഗ്രാഫാണ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, വില സൂചിക പട്ടിക അല്ലെങ്കിൽ വില സൂചികമായിട്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ എത്രയാണ്, ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൻ്റെ ചാർട്ട് $3848 $3848. ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഹൈ കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ 3859. അപ്പോൾ ഇവിടുന്ന് മേടിക്കുന്ന ഈ 3848 മേടിക്കുന്നൊരു വ്യക്തി ബൈ ചെയ്യുന്നൊരു വ്യക്തി 3860 അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വരുന്നൊരു എമൗണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാം, നമുക്ക് ആ പൊസിഷൻ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ സെല്ല് ചെയ്യുന്നൊരു വ്യക്തി ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയും ഇവിടെ നമുക്ക് ഇത് ചെയ്യാം. എന്താ ചെയ്യാം, സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ സൂചിപ്പിക്കുന്നത്, ഈ ഒരു ഗ്രാഫ് കണ്ടോ, ഈ ഗ്രാഫിനെ സൂചിപ്പിക്കുന്നത് അതാത് സെക്കൻഡുകളിലെ, ശ്രദ്ധിക്കണം, സെക്കൻഡുകളിലെ, ഞാൻ മിനിറ്റെന്നോ ഹവേഴ്സെന്നോ ഒന്നും പറയുന്നില്ല, അതാത് സെക്കൻഡുകളിലെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് എന്താണ്, ഇപ്പോൾ ഗോൾഡാണ്, ഗോൾഡിൻ്റെ പ്രൈസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഈ ഗ്രാഫുകൾ. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് 5 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് തീരുന്നത് എത്രയായിരിക്കും, 5 മിനിറ്റ് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ട്രേഡിംഗ് എങ്ങനെ എടുക്കും? ഞാൻ പറഞ്ഞു, നമ്മൾ കുറഞ്ഞ വിലയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. ഇപ്പോൾ സെല്ലാണെങ്കിൽ കൂടിയ വിലയിൽ മേടിച്ച് നമ്മൾ കുറഞ്ഞ വിലയിലേക്ക് കൊടുക്കുന്നു. കുറഞ്ഞ വിലയിൽ നിന്നല്ല, കുറഞ്ഞ മൊമെൻറ്റത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകും. ഇനി ബൈ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറഞ്ഞ വിലയിൽ മേടിച്ച് കൂടിയ വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് എവിടെ ചെയ്യും? ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയുണ്ട്. ഇതിപ്പോൾ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ ചെയ്യും നമ്മൾ? ആ ഒരു കാര്യമാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ സ്ട്രാറ്റജിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നു, ഈ ഒരു ഭാഗത്ത് വരുന്നു, ഈ ഒരു ഭാഗത്ത് വരുന്നു, എന്നിട്ട് നമ്മൾ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ സ്ട്രാറ്റജിയും കാര്യങ്ങളും പഠിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തിനാണ് നമ്മൾ അൽഗോ ഉപയോഗിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡൗണിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അപ്പിലേക്ക് എടുക്കുന്നു. ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയുകയാണെങ്കിൽ നമുക്ക് അപ്പിലേക്കും ഡൗണിലേക്കൊക്കെ എടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ വൈ വി ആർ യൂസിങ് അൽഗോ? നമ്മളിപ്പോൾ ഫോറക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അൽഗോ ആണ്, മാനുവൽ ട്രേഡിംഗ് അല്ല, അൽഗോ. ഓട്ടോമാറ്റിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ് നമ്മൾ അൽഗോ ഉപയോഗിക്കുന്നത്? അൽഗോ ഉപയോഗിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ് ദ കോസ്റ്റ്. നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സ്പീഡ് ആൻഡ് എഫിഷ്യൻസി, ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ബെറ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൽഗോയിൽ ചെയ്യാൻ പറ്റും കമ്പയർ ടു മാനുവൽ ട്രേഡ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ട്രേഡ് എടുത്ത് നോക്കിയാൽ, ഈ ഒരു ഭാഗം, ഒരു മിനിറ്റ്, നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രേഡ് എടുത്തു.
ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇത് മാർക്കറ്റ് അപ്പിലേക്ക് പോകുമോ ഡൗണിലേക്ക് പോകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയും അസ്യൂമും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുത്തു വെക്കാം. ബട്ട് മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മളിവിടെ കട്ട് ചെയ്യും മാനുവലായിട്ട്. പക്ഷേ അൽഗോനെ സംബന്ധിച്ച് ഈ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും എന്തായിരിക്കും? ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രേഡ് എടുത്തു, ഡൗണിലേക്കാണ് നമ്മൾ ട്രേഡ് എടുത്ത് നോക്കുക. ഓക്കെ, ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് ഡൗണിലേക്ക് ട്രേഡ് എടുത്തു. പക്ഷേ ഇത് അപ്പിലേക്ക് പോയി. നമ്മളെന്ത് ചെയ്യും? ഇമോഷൻസ് നമുക്കിതാവുന്നു, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, അയ്യോ ഇത് ഇനി താഴ്ത്തു പോവും, ഇവിടുന്ന് താഴ്ത്തു പോവും, ഇവിടുന്ന് താഴ്ത്തു പോവും, ഇവിടുന്ന് താഴ്ത്തു പോവും, ഇവിടുന്ന് താഴ്ത്തും, അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലെ പൈസകൾ കുറയാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അൽഗോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താവും? മാർക്കറ്റ് ഇനിയിപ്പോൾ താഴോട്ടാണ് എൻട്രി എടുത്തെങ്കിൽ പോലും മാർക്കറ്റ് അപ്പിലേക്ക് പോകുമ്പോൾ അതവിടെ സേഫായിട്ട് കട്ട് ചെയ്ത് അപ്പിലേക്ക് ട്രേഡ് തരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സഡനായിട്ടുള്ള അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ്, ഓക്കെ, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നോ, മാർക്കറ്റ് ഏത് ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് അൽഗോ തരും. പക്ഷേ ഒരു മനുഷ്യന് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇപ്പം ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടും സ്പീഡിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അൽഗോയ്ക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സെൻറ്റിമെൻ്റൽ ഇല്ല അവിടെ. ഓക്കെ, മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നിച്ചിട്ട് വേഗം കട്ട് ചെയ്ത് കളയില്ല. അതവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിലെത്തി അതിൻ്റെ ലോസിനെ കട്ട് ചെയ്ത് അത് പിന്നെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്ന് ആ ലോസിനെ റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരികയാണ് അൽഗോ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ മായാവിൻ്റെ F7 എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ചെയ്യുന്നതും അത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ബൈ ചാൻസ് F7ൻ്റെ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഇൻഡിക്കേറ്ററാണ്, അൽഗോ ആണ്, അൽഗോൻ്റെ പേരാണ് F7. ഓക്കെ, നമ്മുടെ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഭാഗം തന്നെ എടുക്കാം. ഇവിടുന്ന് ഓക്കെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡ് അപ്പിലേക്ക് പോകുമോ ഡൗണിലേക്ക് പോകുമോ എന്നുള്ളതാണ്. പക്ഷേ അൽഗോൻ്റെ മൈൻഡ് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഒരു കൺഫ്യൂഷൻ അല്ല അവിടെ വരിക. അൽഗോ ഏകദേശം 12 സ്ട്രാറ്റജീസുകളും 7 ഇൻഡിക്കേറ്ററും ഉപയോഗിച്ചിട്ടുള്ള ഒരു അൽഗോ ആണിത്. ഓക്കെ, അതിൻ്റെ സ്ട്രാറ്റജിയും അതെല്ലാം കൂടെ ഇതാക്കിയിട്ട് മാർക്കറ്റിൽ അപ്പിലേക്കാണ് പോകുന്ന ഇതുണ്ടെങ്കിൽ അത് അപ്പിലേക്ക് തന്നെയായിരിക്കും എൻട്രി എടുക്കുക. ഇനി ബൈ ചാൻസ് അത് ഡൗണിലേക്കാണ് എൻട്രി എടുത്തെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡൗണിലേക്കാണ് എൻട്രി എടുത്തെങ്കിൽ മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്ന സമയത്ത് സ്പോട്ടിൽ അത് കട്ട് ചെയ്തിട്ട്, മനസ്സിലാവുന്ന സ്പോട്ടിൽ അത് കട്ട് ചെയ്തിട്ട് അത് അപ്പിലേക്ക് എൻട്രി തരും. ആ കട്ട് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ലോസ് വരും, ചിലപ്പോൾ 10 പിപ്സോ അങ്ങനെയായിരിക്കും വരിക. പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ 110 പിപ്സ് ആയിരിക്കും. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ $10 ആയിരിക്കും ചിലപ്പോൾ ലോസ് വരിക. നമുക്ക് കിട്ടുന്നത് ലാഭം 110 ആയിരിക്കും കിട്ടുക. ഒന്നാമത്തെ കാര്യം ഇതാണ് അൽഗോ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തിന് ഞാൻ അൽഗോ ഉപയോഗിക്കുന്നു? മാനുവലായിട്ട് ചെയ്താൽ മതി എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഒരു വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, എനിക്ക് വേറൊരു ജോലിയുണ്ട്, എനിക്ക് ബാങ്കിൽ ജോലിയുണ്ട്. എന്നാൽ ഐ എം ഇൻട്രസ്റ്റഡ് ടു ട്രേഡ്. ഓക്കെ, ഞാൻ ട്രേഡ് ചെയ്യാനും എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ബാങ്കിൽ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഏത് ആയിക്കോട്ടെ, ഞാൻ ടീച്ചറായിരിക്കാം, പോലീസുകാരനായിരിക്കാം, വക്കീലായിരിക്കാം, എന്തും ആയിക്കോട്ടെ, എൻ്റെ ജോലിനെ തടസ്സപ്പെടുത്താതെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മാനുവൽ ട്രേഡ് ആകുമ്പോൾ എന്താണ് ഇവിടെ കുഴപ്പം? ഞാനിത് ചാർട്ടിന് സിസ്റ്റം ഓൺ ചെയ്തിടണം, ഞാൻ ചാർട്ടിൻ്റെ മുമ്പിലിരിക്കണം, മാർക്കറ്റ് എവിടേക്കാണ് ടേൺ ആവുന്നതെന്ന് നോക്കണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും മറ്റേ ഇതും വെക്കണം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു അല്ലേ, പിന്നെ അവിടെ ഇല്ല. പക്ഷേ അൽഗോയിൽ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 1% 2% നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് ഭാഗത്തേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എങ്ങോട്ടാണോ, അവിടെ നിന്ന് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% അല്ലെങ്കിൽ 2% ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൽഗോ ഓഫ് ആവും. ഇനി ഇവിടെ ട്രേഡ് വന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഇവിടെ വന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഇവിടെ വന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഇവിടെ ട്രേഡ് എടുത്തു, ഇവിടെ പ്രോഫിറ്റ് കിട്ടി, അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനുവൽ ട്രേഡിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽഗോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അൽഗോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് മാർക്കറ്റ് നമ്മൾ ഓൺ ചെയ്തു, അൽഗോ ഓൺ ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്യുന്നു നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഈ 1% ആകുമ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് പണിപ്പിക്കട്ടെ? നമുക്കിവിടെ 1% നമ്മുടെ അല്ലെങ്കിൽ 2% നമ്മുടെ എത്രയാണ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കായിട്ട് ആൽഗോ ഓഫ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഇവിടെ ഇമോഷൻസിനോ ഇവിടെ ഇതിനോ ഒന്നുമില്ല. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ആൽഗോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അപ്പം നമ്മൾ ഓൺ ചെയ്തിടുക, എന്നിട്ട് നമ്മൾ നമ്മുടെ വർക്കിന് ഉപയോഗിക്കുക. ഇതിപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി അവിടെ നിന്നോളും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ നോക്കേണ്ട ആവശ്യമില്ല കമ്പയർ ടു മാനുവൽ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഗോ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗോ ഉപയോഗിക്കുമ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, ആൽഗോ നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ട്രേഡ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റി അതുപോലുള്ള ഓരോരോ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിറോത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ആലിസ് ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട്, അപ്സ്റ്റോക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറക്സ് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൽപാരി നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എക്സം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർ ട്രേഡർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ XNS നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നത്? ഇത്രയും 4 എന്നാണ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്പ്രെഡ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചെയ്യുമ്പോഴുള്ള ബഫറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മീഷൻ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കർ എടുക്കുന്ന കമ്മീഷൻ്റെ എന്താ പറയുക അകലം എന്ന് വെച്ചാൽ കമ്മീഷൻ്റെ ഈ തോതിനെ അളക്കുന്നതാണ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ 110 റുപ്യക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത് 111 റുപ്യക്കായിരിക്കും ബൈ ആവുക. ആ ഒരു $1, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, ഒരു $1 ആ ഒരു ഗ്യാപ്പ് കണ്ടോ, അത് ബ്രോക്കർ എടുക്കുന്നതാണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം എടുക്കുന്നത്, അവരുടെ സർവീസ് ചാർജ് എടുക്കുന്നത്, അതിനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതാണ്. അതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വേണം. എല്ലാ സ്പ്രെഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്പ്രെഡിനെ കുറയ്ക്കുക. ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷൻസ് ഏറ്റവും കുറച്ച് ഉള്ള പ്ലാറ്റ്ഫോമാണ് ഫസ്റ്റത്തെ കിടക്കുന്നത് XNS ടൈറ്റ് സ്പ്രെഡാണ്. നമുക്ക് വളരെ കുറഞ്ഞ സ്പ്രെഡ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർ ട്രേഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സം, അൽപാരി അങ്ങനെയൊക്കെ പോയിക്കോളും. ഓക്കെ, ഫസ്റ്റ് XNS ദെൻ സ്റ്റാർ ട്രേഡർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ അൽഗോ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകും. ഓക്കെ, ഇതേപോലൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള പിന്നീട് മെസ്സേജിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ഡീറ്റെയിൽസ് ചോദിക്കുകയോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ FS7 എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റർ അല്ല, അൽഗോ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്. സ്വന്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫണ്ടഡ് അക്കൗണ്ടിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ചെയ്യുന്നത് എത്ര ഡിഫിക്കൽറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതിലേക്ക് നമ്മുടെ F7ൻ്റെ അൽഗോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് VIP ഗ്രൂപ്പ് ഉണ്ട്. ആ VIP ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. എങ്ങനെ ആഡ് ചെയ്യും? നമ്മുടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ XNSൻ്റെയോ അല്ലെങ്കിൽ സ്റ്റാർ ട്രേഡറിൻ്റെയോ എക്സമിൻ്റെയോ അൽപാരിൻ്റെയോ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അണ്ടറിലായിരിക്കും വരിക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ID എനിക്ക് അയച്ചു തരിക. ഓക്കെ, ID നമ്പർ എനിക്ക് അയച്ചു തരിക. ഓക്കെ, ID നമ്പർ കിട്ടും. ID നമ്പർ അയച്ചു തരിക. അത് ഞാൻ വെരിഫൈ ചെയ്യും നമ്മുടെ അണ്ടറിലാണോ എന്നുള്ളത്. അതിന് ശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ അൽഗോ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ V7 അല്ല V3 എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോ ഉണ്ട്. ആ അൽഗോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ F7ൻ്റെ ഒക്കെ അൽഗോൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി അടുത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മളതിൻ്റെ കണക്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയണം അല്ലേ. അൽഗോ എന്ന് പറയുന്നത് വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക്
എന്താണ് നിങ്ങളുടെ ലാപ്ടോപ്പിലോ PC-യിലോ ഡൗൺലോഡ് ചെയ്യണം. മൊബൈലിൽ അതിന് സാധിക്കുകയില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രോക്കറായിട്ടുള്ള നമ്മുടെ സ്റ്റാർ ട്രേഡർ ആയിക്കോട്ടെ, എക്സ്എൻഎസ് ആയിക്കോട്ടെ, ഈ ബ്രോക്കറിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൽഗോവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് വേണം, ഒരു കണക്ടർ വേണം. ഓക്കെ, ഒരു കണക്ടർ വേണം അല്ലേ? നമുക്ക് എന്ത് സാധനവും ജോയിൻ ചെയ്യുന്നതിന് ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് വേണം. ആ ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? MT5. നിങ്ങൾക്ക് മെറ്റാട്രേഡർ 5 എന്ന് പറയും. നമ്മൾ 4 അല്ല 5 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അൽഗോയും അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽപാരി, എക്സ്എൻഎസ്, എക്സ്എം. ഞാനിങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതറിയാത്തൊരു വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവർക്ക് കുറച്ച് ബോറായിരിക്കും, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ആ ബ്രോക്കേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തേർഡ് ഒബ്ജക്റ്റാണ് എന്താണ്? MT5. ഓക്കെ, ഇത് നമ്മൾ വിൻഡോസിൻ്റെ ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് ഡൗൺലോഡ്സിൽ വരിക. MT5 എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്കതിൽ MT5 ഡബിൾ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നു. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ? ഇതെന്താണ് ഞാൻ പറഞ്ഞില്ലേ? നമ്മുടെ ബ്രോക്കർ സ്റ്റാർ ട്രേഡർ, എക്സ്എൻഎസ്, എക്സ്എം, അൽപാരി ഏതും ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഏതും ആയിക്കോട്ടെ, അത് ആ ഒരു ബ്രോക്കറിനെ അൽഗോ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ മിഡിൽ മാൻ ആണ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണ്, അല്ലെങ്കിൽ കണക്ടറാണ് MT5. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ അൽഗോസ് ഈ MT5ലാണ് നമ്മൾ അൽഗോ കണക്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ശേഷം നമ്മളിവിടെ എക്സ്എൻഎസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് യുവർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ എക്സ്എൻഎസിൻ്റെ ഏതാണ് എടുക്കേണ്ടത്? എക്സ്എൻഎസ് ടെക്നോളജി ലിമിറ്റഡ് ആണ് എടുക്കേണ്ടത് കേട്ടോ. എക്സ്എൻഎസ് ടെക്നോളജി ലിമിറ്റഡ് ആണ് നിങ്ങൾ എടുക്കുന്നത്. ഇനി എക്സ്എം ആണ് നോക്കുക. എക്സ്എം ഗ്ലോബൽ എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇതൊക്കെ ബ്രോക്കർ. എക്സ്എം ഗ്ലോബൽ ലിമിറ്റഡ് കണ്ടോ. ഇനി നിങ്ങൾ അൽപാരി ആണെങ്കിൽ ജസ്റ്റ് അൽപാരി എന്ന് പറഞ്ഞൊരു മേലെ വരും അത്. ഇനി നിങ്ങൾ സ്റ്റാർ ട്രേഡർ ആണെങ്കിൽ ഫൈൻഡ് യുവർ കമ്പനി. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, സ്റ്റാർ ട്രേഡറിന് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ MT5 അക്കൗണ്ട് ലോഗിൻ ID-യും അതുപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിലിൽ വരുന്നതാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്എൻഎസ് ഫൈൻഡ് യുവർ കമ്പനി എന്താണ് വരിക? എക്സ്എൻഎസ് ടെക്നോളജി ലിമിറ്റഡ്. നെക്സ്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ ആട്ടോ എല്ലാത്തിനും. അൽപാരി ആയാലും ശരി, എക്സ്എം ആയാലും ശരി, ഇതിനും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ. യാതൊരു വ്യത്യാസവും നിങ്ങൾ കാണിക്കേണ്ടത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്? എന്താണ് ഞാൻ പറയുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, കണക്ട് വിത്ത് യുവർ എക്സിസ്റ്റിംഗ് ട്രേഡിംഗ്. ഇവിടെ ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് വേണ്ട, ഓപ്പൺ എ റിയൽ അക്കൗണ്ട് വേണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി എക്സ്എൻഎസിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ MT5ലേക്ക് വരുന്നത്. ഓക്കെ, MT5. അപ്പോൾ കണക്ട് വിത്ത് എക്സിസ്റ്റിംഗ് ട്രേഡ് അക്കൗണ്ട്. ഇനി ഞാൻ എൻ്റെ ഡെമോ അക്കൗണ്ടാണ് എടുക്കുന്നത്. അതിലെങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഡെമോ അക്കൗണ്ടാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് എന്താ ചോദിച്ചേക്കണത്? MT5 ചോദിച്ചേക്കണുണ്ടല്ലേ? എവിടെ പോയി MT5ൻ്റെ സാധനം? ലോഗിൻ ID നമ്മൾ കൊടുക്കണം. ലോഗിൻ ID കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്എൻഎസിൻ്റെ ഇതെടുക്കുക. എന്നിട്ട് ഈ ഒരു 3 ഡോട്ട് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഇൻഫർമേഷൻ കണ്ടോ, അക്കൗണ്ട് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിക് നെയിം, ടൈപ്പ്, ലീവറേജ്, മാക്സിമം ലീവറേജ്, ഫ്രീ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ MT5 ലോഗിൻ ID ഇവിടെ നമ്മൾ കോപ്പി എടുക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എക്സ്എൻഎസ് MT5 ട്രയൽ 6 സെർവർ നെയിം ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ട്രയൽ 6 ആണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ID ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. പാസ്വേഡ് എന്താ നിങ്ങൾ കൊടുത്തേക്കുന്ന പാസ്വേഡ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ കൊടുത്തു. ഇനി ഇവിടെയാണ് സെർവർ എന്താണ്? ട്രയൽ 6 ആണ് നമ്മൾ പറഞ്ഞല്ലേ? ഇവിടെ ഒരുപാടുണ്ടാവും. ഓക്കെ, നമ്മൾ ട്രയൽ 6 കൊടുത്തു.
ചിലത് MT5 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ട്. അൽപ്പാരിയിരിക്കും MT5 എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഇവിടെ എത്രയാണുള്ളത് അത് വെച്ച് മാത്രം കൊടുക്കുക. XNS MT5 ട്രയൽ 6 ഫിനിഷ്. കണ്ടോ, ഇൻകമിങ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് വന്നുണ്ടോ. അപ്പോൾ ഇത് കണക്റ്റ് ആയത് എങ്ങനെയാണ് അറിയണത്? ഇവിടെ കണ്ടോ, ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കണക്റ്റായി. ഓക്കെ, നമുക്കിത് ഈ ഇൻറ്റു മാർക്ക് കളയാം. ഇതൊക്കെ ഒന്ന് കളഞ്ഞേക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊന്നൊരു ചെറിയ മോഡിഫിക്കേഷൻ. ഓക്കെ, ഇതിങ്ങനെ താഴോട്ട് വരയ്ക്കാം. ഓക്കെ, ഒന്ന് മേലെ പോട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് XM ആയാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, അൽപ്പാരി ആയാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, സ്റ്റാർ ട്രേഡർ ആയാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി വരാൻ പോകുന്ന ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ മോഡലാണ്. ഇപ്പം എന്തായി, നമ്മുടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ XNSൻ്റെ അക്കൗണ്ട് MT5 കണക്റ്റായി. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇത്രയും കണക്റ്റായി. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ? അതിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഭാഗമല്ലേ, ഇത് ഭാഗം മാർക്കറ്റ് വാച്ച്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വ്യൂവിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് വാച്ച്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, വ്യൂവിൽ പോവുക, മാർക്കറ്റ് വാച്ച് കണ്ടോ, വന്നാണ്ടോ. അതേപോലെ ഓരോ സംഗതികളും ഈ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ എത്തുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ഓൾ കൊടുക്കുക. അപ്പോൾ ഒന്നുമില്ല അവിടെ. അതിനുശേഷം ഒന്നും കൂടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ സിമ്പിൾസിൽ പോവുക. ഇതാണ് നമ്മുടെ ബ്രോക്കറിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഇതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതിലാണ്? ക്രിപ്റ്റോയിൽ ഫോറക്സിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗോൾഡിനാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡിൻ്റെ ഇതെന്താണ്? എവിടെ ഗോൾഡ്? ഗോൾഡ് VS XAUUSD M. ഓക്കെ, അൽപ്പാരിയിലൊക്കെ ആകുമ്പോൾ ഐയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഡോളറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ്ടോ, ഇവിടെ സിമ്പിൾ വരും. നോക്കിയേ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ സിമ്പിൾ വരുന്നുണ്ടോ. ഓക്കെ, അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ഗോൾഡ് മാത്രമാണ് ആവശ്യം. ഇനി എന്ത് ചെയ്യണം? ഇതിനെ മൗസും കൊണ്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇങ്ങോട്ടിടുക. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സെറ്റപ്പാണ്, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണത്. ഓക്കെ, ഡ്രാഗ് ചെയ്തതിന് ശേഷം ഇവിടെ M1, M1, M5, M15, M30, H1 എന്നൊക്കെ ഇല്ലേ? ഇതൊക്കെ എന്താണ്? M1 എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്, 5 മിനിറ്റ്സ്, 15 മിനിറ്റ്സിലൊക്കെയാണുള്ള ക്യാൻഡിലാണ്. നമ്മളത് 1 മിനിറ്റിലേക്ക് ആക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ MT5 സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ XNSO, സ്റ്റാർ ട്രേഡറോ, XMO അതൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി XMO അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ ഇതിലേക്ക് അറ്റാച്ചായി. ഇനി നമ്മൾ അത് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഇതിന് ശേഷം നമുക്കിതിലേക്ക് അൽഗോ ആഡ് ചെയ്യണം. നമ്മുടെ അൽഗോ ഏതാണ്? നമുക്ക് 2 അൽഗോ ഉണ്ട്. ഒന്ന് F7 ഉണ്ട്, ഒന്ന് എന്താണ് V3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് അൽഗോ, ഇപ്പോൾ F7 ആയാലും ശരി, V3 ആയാലും ശരി, ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും ആയാലും ശരി, അതെല്ലാം ആഡ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ F7 ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, മൗസ് കൊണ്ടുവന്നു, ഫയലിൽ കൊണ്ടുവന്നു, ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വരും. ഇവിടെ നിങ്ങൾ MQL5 എന്ന് പറഞ്ഞിട്ട് കാണാം, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് കാണാം, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ അൽഗോ എടുക്കുക. അൽഗോ എടുത്തിട്ട് ഞാൻ ആദ്യം നമ്മുടെ V3 അൽഗോ ഇവിടെ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ F7 അൽഗോ ആഡ് ചെയ്തു. നമുക്ക് എത്ര അൽഗോ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ എക്സ്പേർട്ട് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഈ ആരമർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇപ്പോൾ അൽഗോ വന്നിട്ടില്ല.
നമ്മളവിടെ ആഡ് ചെയ്തു, പക്ഷേ ഇവിടേക്ക് വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീഫ്രഷ് കൊടുക്കുക. ഇപ്പം എന്തായി? മായാവിൻ്റെ F7 വന്നു, V3 വന്നു. ഈ V3 എന്ന് പറയുന്നത് നമ്മുടെ അണ്ടറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു അൽഗോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിപ്പോൾ രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണേ? ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, അറ്റാച്ച് ചാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, അലോ അൽഗോ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ മായാവി V3 എന്ന് പറഞ്ഞ അൽഗോ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഓണായോ? ഓണായിട്ടില്ല. ഓൺ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ അൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബ്ലൂ കളർ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എന്തായി? ഇവിടെ അൽഗോ സ്റ്റാർട്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അൽഗോ സ്റ്റാർട്ടായി. ഇവിടെ കണ്ടോ, ഏറ്റവും താഴെ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യുക. അൽഗോ ഇവിടെ ഇപ്പോൾ അൽഗോ പ്ലോട്ടായി എന്തോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണത്? ഒരു ബ്രോക്കറിൽ MT5 കണക്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് എന്താ പറയുക, അൽഗോ കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. ഇനി നമുക്ക് F7 എങ്ങനെ ചെയ്യാം? ഇതേ സ്ഥിതിയാണ്, സെയിം തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കും വേറെ സെറ്റിങ്സ്, ഓരോ അൽഗോയ്ക്കും ഓരോ സെറ്റിങ്സ് ഉണ്ട്. പക്ഷെ പ്ലോട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞില്ലേ, ഇതേപോലെ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഇതുപോലെ മായാവി V3 നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഇതിനൊക്കെ ഇത് കാണിക്കും. ഓക്കെ, എല്ലാം ഇവിടെ കാണിക്കും. ആ സ്ട്രാറ്റജി വരുന്ന സമയത്ത് ഇവിടെ ട്രേഡിങ്ങും എടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, എല്ലാത്തിനും കയറി അങ്ങനെ ട്രേഡ് എടുക്കില്ല, ഓരോ ക്യാൻഡിലും കൊണ്ടുപോയി ട്രേഡ് എടുക്കില്ല. ഓരോ സ്ട്രാറ്റജി വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളും അനുസരിച്ച് അത് ട്രേഡ് എടുക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി F7 എങ്ങനെയാണ് ചെയ്യാം? F7 എങ്ങനെയാണ് ചെയ്യാം? സെയിം തന്നെ. ഇതാ നമ്മളിവിടെ പോകുന്നു, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം സോൺ, അല്ല ഇതാണ് ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. ടൈം ഫ്രെയിം നമ്മൾ ഇത് അവറിലായിരിക്കും ചിലപ്പോൾ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സിലോ ചിലപ്പോൾ 1 മിനിറ്റിലായിരിക്കും വരിക. നിങ്ങളത് 1 മിനിറ്റിലേക്ക് ആക്കുക. ഓക്കെ, അതിനുശേഷം F7 ഇതിലേക്ക് പോവുക. ഈ F7 ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മായാവി F7 ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടിങ് അക്കൗണ്ട്സിൽ വരെ MT5 കണക്റ്റ് ആയിട്ടുള്ള ഏത് അക്കൗണ്ടിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടിങ് അക്കൗണ്ട് ആയിക്കോട്ടെ, ഇപ്പോൾ ഫണ്ടിങ് അക്കൗണ്ടാണല്ലോ ഒരു ട്രെൻഡ്. ഓക്കെ, ഫണ്ടിങ് അക്കൗണ്ടോ ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അറ്റാച്ച് ചാർട്ട് കൊടുക്കുക, അലോ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, പിന്നെ F7 വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ ആ അത്രയും പെർസെൻറ്റേജ് അവിടെ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അൽഗോ ഓഫ് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് അൽഗോ അവിടെ ഓഫ് ആവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് അൽഗോ ഓഫ് ആകുമെന്നാണ് നമുക്ക് പ്രോഫിറ്റ് എടുത്തരും. അത് കഴിഞ്ഞിട്ട് അൽഗോ ഓഫ് ആവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ F7 ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിക്കണ്ട, നമ്മൾ ഇതാക്കണ്ട. ആവറേജിങ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആവറേജിങ് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ കുത്തിമറി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മാർക്കറ്റ് അൽഗോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് തന്നിരിക്കും. അതാണ് അത്രയ്ക്കും ഗ്യാരണ്ടി. ഇതാണ് നമ്മുടെ F7 തരുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ 100% പറയുന്നില്ല, 99.9 പറയാം. 0.1% ഇല്ലേ, അത് ദൈവത്തിൻ്റെ കയ്യിലാട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്തോളുക, വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുക, വേഗം ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ശരി, എന്നാൽ ബൈ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന് ക്ലിക്ക് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും അണ്ടറിലായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നോട് ഡൗട്ടും കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന അറിയുന്നതാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇനി അറിയാത്തതാണെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരിക, ഞാനത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.